വാസുദേവായ. നാരായണീയം ദശകം 2 ശ്ലോകം 8. കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗം ശ്രേഷ്ഠമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. നിഷ്കാമം യദസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യ ഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുധർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത് കർമ്മയോഗാവിധം. ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമാനുഷ്ഠാനമെന്ന യാതൊന്ന് കർമ്മയോഗമെന്ന് പറയപ്പെടുന്നു. നിഷ്കാമകർമ്മം കർമ്മണേവ അധികാരസ്യ മാബലേഷു കഥാചന. കർമ്മയോഗം തദ്ദുരേച്ഛ ഫലം, അത് വളരെ കാലം കഴിഞ്ഞ് മാത്രം ഫലം നൽകുന്നതാണ്. കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ഫലം കിട്ടുള്ളൂ കർമ്മയോഗമാണെങ്കിൽ. പുനഃ യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം, പിന്നെ ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ തത്തു അവ്യക്തതയ ചിത്തസ്യ സുദുർഗമതരം, ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തതും മൂലം, കണ്ണോട് കാണാൻ പറ്റില്ല, അതാണ് ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തതും മൂലം മനസ്സിന് പിടികിട്ടാൻ പ്രയാസമേറിയതാണ് ജ്ഞാനയോഗം എന്നൊക്കെ പറയുന്നത്. ഹേ വിഭോ തസ്മാത് ത്വത് പ്രേമാത്മക ഭക്തി ഏവ. ഹേ വിഭോ, അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് സതതം സ്വാദീയസി ശ്രേയസി, എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്, ഏറ്റവും മധുരമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ളത് ഭക്തിയോഗമാണ്. മറ്റേ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദുരേച്ഛ ഫലം, ദുരേച്ഛമായ ഫലത്തോട് കൂടിയത്. ദുരേച്ഛം പറഞ്ഞാൽ ദൂരെ, കാലാന്തരത്തിൽ വെച്ച് കാലാന്തരത്തിൽ വന്നു ചേരുന്നത്, കുറച്ച് കാലം കഴിഞ്ഞ് വന്നു ചേരുന്നത്. കർമ്മജ്ഞാനയോഗങ്ങൾ ദുരേച്ഛ ഫലവും നേരത്തെ പറഞ്ഞു കുറച്ച് വൈകുന്നതാണ്, കാലാന്തരത്തിൽ വന്നു ചേരുന്നതാണ്. സുദുർഗമതരവുമാണെന്ന് പറഞ്ഞ് ഈ പദ്യം കൊണ്ട് വിശദമാക്കുന്നു. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.